ഇനി എം പിക്കുള്ള അവസരമാണ്. താൻ എന്ത് ചെയ്തു എന്ന് ടി എൻ പ്രതാപൻ എം പി പറയുന്നു. ഒപ്പം CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജും. ഏറ്റവും ഒരു എം പി എന്ന നിലയിൽ എനിക്ക് പ്രധാനപ്പെട്ട 2 ഉത്തരവാദിത്തങ്ങളുണ്ട്. 80% ഹാജരുള്ള ഞാൻ 300-ൽ പരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 5 സ്വകാര്യ ബില്ലുകൾ പാർലമെൻറ്റിൽ പൈലറ്റ് ചെയ്ത ആളുകളിൽ ഒരാളാണ്. ഈ നിമിഷം വരെ MP ഫണ്ട് കേരളത്തിലെ 20 MP നടപ്പിലാക്കിയത് ഡിസംബർ മാസം 31 വരെയുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം 4ാം സ്ഥാനത്താണ് ഞാൻ. എൻ്റെ മുൻഗാമിയായിരുന്ന MP ശ്രീ CN ജയദേവൻ നടപ്പിലാക്കാതെ പോയ 2.5 കോടി രൂപ കൂടി എൻ്റെ MP ഫണ്ടിലേക്ക് ലഭിക്കേണ്ടായി. അതും ഞാൻ ഇത്തവണ നടപ്പിലാക്കാൻ വേണ്ടി ഭരണാനുമതി നൽകി കഴിഞ്ഞു. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനൊന്നാണ്. മധ്യ കേരളത്തിലെ 411 കോടി രൂപയുടെ അന്താരാഷ്ട്ര നിലവാരമുള്ള റെയിൽവേ സ്റ്റേഷനാക്കാൻ വേണ്ടിയുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് അന്തിമമായി DPR അംഗീകരിച്ചു. അത് ടെൻഡർ പ്രോസസ്സിലേക്ക് പോയിരിക്കുകയാണ്. ഗുരുവായൂർ പിൽഗ്രിം റെയിൽവേ സ്റ്റേഷൻ ആക്കണം എന്നായിരുന്നു എൻ്റെ മോഹം. ഔദ്യോഗികമായി പിൽഗ്രിം റെയിൽവേ സ്റ്റേഷൻ പ്രഖ്യാപിച്ചില്ലെങ്കിലും 2 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. അമൃത് റെയിൽവേ പദ്ധതി ആദ്യത്തെ റെയിൽവേ പ്രോജക്റ്റിൽ ഗുരുവായൂരിനെ ഏറ്റെടുപ്പിക്കാൻ വേണ്ടി പറ്റി. 5 കോടി 11 ലക്ഷം രൂപയുടെ പദ്ധതികൾ ടെൻഡറായി. ഇത് തന്നെയാണ് ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ, തൃശ്ശൂരിലെ 3ാമത്തെ പ്രധാന റെയിൽവേ സ്റ്റേഷനാണ്. അതും അമൃതിൻ്റെ സെക്കൻഡ് പ്രോജക്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റി. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനും അമൃതിൻ്റെ സെക്കൻഡ് പ്രോജക്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റി. കുതിരാൻ തരംഗം കേരളീയരായ മുഴുവൻ ആളുകളുടെയും ശാപം പോലെ പറഞ്ഞതാണ് കുതിരാൻ തരംഗം. പാർലമെൻറ്റിൻ്റെ ഓഫീസിൽ പ്രത്യേക യോഗം വിളിപ്പിച്ചു. NHൻ്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളെ പങ്കെടുപ്പിച്ചു. കുതിരാൻ നിർമ്മാണം ത്വരിതഗതിയിലാക്കാൻ കർശനമായും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ കൊണ്ട് നിർദ്ദേശം കൊടുപ്പിക്കാൻ വേണ്ടി പറ്റി. കുതിരാൻ കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് ബ്ലാക്ക് സ്പോട്ടുകളുണ്ട്. നിരന്തരമായി അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ബ്ലാക്ക് സ്പോട്ടുകൾ. ആ ബ്ലാക്ക് സ്പോട്ടുകളിൽ അടിപ്പാതയും മേൽപാതയും ഉണ്ടാക്കാൻ വേണ്ടി 5 എണ്ണത്തിൻ്റെ അനുമതി 10 കൊല്ലമായി സമരം നടക്കുകയാണ് അവിടെ. ഇതിന് മുൻപുണ്ടായിരുന്ന എന്നേക്കാൾ മുമ്പുള്ള 1-2 ജനപ്രതികൾ ശ്രമിച്ചിട്ടും നടന്നിരുന്നില്ല. അത് ഭരണാനുമതി വാങ്ങി, ടെൻഡർ കഴിഞ്ഞു. മന്ത്രിയെ കൊണ്ട് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ മാസം കാസർഗോഡ് വെച്ച് മൊത്തം കേരളത്തിലെ പ്രോജക്റ്റ് നിർമ്മാണ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി ചെയ്യിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. ദേശീയപാത വികസനം അത് ഉദ്ദേശിച്ചത് പടിഞ്ഞാറൻ ദേശീയപാതയാണോ എന്ന് എനിക്കറിയില്ല. കിഴക്കേ ഭാഗത്തുള്ള നമ്മുടെ നിലവിലുള്ള ദേശീയപാതയുടെ വികസനത്തിൽ യാതൊന്നും അദ്ദേഹം ചെയ്തതല്ല. മുൻ MPമാരുടെ കാലത്ത് CN ജയദേവനും അതേപോലെ തന്നെ PK ബിജു ഉള്ള കാലത്താണ് അന്നത്തെ ഉല്ലൂർ MLA രാജൻ, ഇവർ 3 പേരും ഇടപെട്ടിട്ടാണ് ഈ അണ്ടർപാസൊക്കെ അനുവദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടപെട്ടതും പാസ്സാക്കിയതും. അതിൻ്റെ തുടർ നടപടികൾ ഇപ്പോൾ നടക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു സംഭാവനയും ആ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലില്ല. പടിഞ്ഞാറൻ ഭാഗത്ത് നമ്മുടെ 66 പുതിയ ദേശീയപാതയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ആ ഭൂമി ഏറ്റെടുക്കുന്ന സമയത്തൊക്കെ അതിനെതിരായിട്ടുള്ള സമരത്തിൻ്റെ പക്ഷത്ത് നിൽക്കുകയാണ് അദ്ദേഹം ചെയ്തത്. പിന്നെ അതൊരു യാഥാർത്ഥ്യമാകുന്ന സാഹചര്യം വന്നപ്പോൾ ഇപ്പോൾ അത് തൻ്റെ കാലത്ത് വന്നു എന്ന് അവകാശപ്പെടാന്നല്ലാതെ അതിലൊന്നും MPയുടെ വിശേഷമായിട്ടുള്ള ഒരു ഇടപെടലിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. ഞാൻ പാർലമെൻറ്റ് മെമ്പറായി ചെന്നിട്ട് ആദ്യം ഞാൻ പാർലമെൻറ്റ് ഉന്നയിച്ച സബ്മിഷൻ കേരളത്തിലേക്ക് കേന്ദ്രം കൊടുക്കുന്ന മണ്ണെണ്ണ കോട്ട വെട്ടിക്കുറച്ചു. അത് പ്രത്യേകിച്ചും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും കർഷകർക്കുമാണ് ഈ മണ്ണെണ്ണ കോട്ട. കടൽഭിത്തി നിർമ്മാണം കേരളത്തിൽ നിരന്തരമായി കടൽക്ഷോഭം ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റാണ്. ആ കടൽഭിത്തി നിർമ്മാണത്തിന് കേരളത്തോട് കാണിച്ച അവഗണന, സ്പെഷ്യൽ സ്കീം കൊടുക്കാത്തത്, അതിർത്തി സംസ്ഥാനമായിട്ട് പോലും കൊടുക്കാത്തത് ഞാൻ പാർലമെൻറ്റിൽ ചോദ്യം ചെയ്യുകയുണ്ടായി. കാർഷിക മേഖലയിലെ പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നതിൽ, ടൂറിസം പദ്ധതിയുടെ കാര്യത്തിൽ, സ്പോർട്സിന് സ്കീം കൊടുക്കുന്ന കാര്യത്തിൽ കേന്ദ്രമന്ത്രിമാരായ പല മലയാളികളും പല ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പ്രേരിതമായി കേരളത്തിന് കൊടുക്കേണ്ട അർഹമായ വിഹിതങ്ങൾ കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ സന്ദർഭത്തിൽ പാർലമെൻറ്റിൽ അടിയന്തര പ്രമേയത്തിന് വരെ നോട്ടീസ് കൊടുത്തതാണ് ഞാൻ. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഒരു ഇടപെടലുണ്ടായിട്ടില്ല. കഴിഞ്ഞ 5 വർഷത്തിൽ 4 വർഷക്കാലവും ഇദ്ദേഹം മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തന്നെ പറഞ്ഞത് ഞാൻ വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല, എനിക്ക് കൂടുതലും വഴങ്ങുന്നത് നിയമസഭയാണ്, അതുകൊണ്ട് പാർലമെന്റിൽ വീണ്ടും ഒരു ഇലക്ഷൻ ചെയ്യാനില്ല എന്ന നിലപാട് പരസ്യമായിട്ട് പറഞ്ഞൊരാളാണ് TN പ്രതാപൻ. അതുകൂടി ആ പറഞ്ഞതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അദ്ദേഹം വേണ്ട രീതിയിൽ കഴിഞ്ഞ 4 വർഷക്കാലം തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ പൊതുജീവിതവുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും അദ്ദേഹം ഉണ്ടായിട്ടില്ല. പാർലമെന്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ച് പ്രധാനമന്ത്രി പുറത്ത് നൽകിയ സ്റ്റേറ്റ്മെന്റ് പോലും തെറ്റാണെന്ന് ഞാൻ പറയിപ്പിക്കുകയുണ്ടായി. അതായത് NIA നിയമം നടപ്പിലാക്കിയ
ഇന്ത്യയിൽ പല സ്ഥലത്തും ഈ ക്യാമ്പുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെന്ന് വാർത്തയുണ്ടായി. പ്രധാനമന്ത്രി പറഞ്ഞു, പാർലമെന്റിൽ പറഞ്ഞു, അങ്ങനെ ഒരു സ്ഥലത്തും ഇങ്ങനെ അഭയാർത്ഥികളെ പാർപ്പിക്കാൻ ക്യാമ്പുകൾ ഉണ്ടാക്കിയിട്ടില്ല, അത് തെറ്റാണ് എന്ന് പറയുണ്ടായി. എൻ്റെ ചോദ്യത്തിന് അവസാനം പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രിക്ക് ഉത്തരം പറയേണ്ടി വന്നു, ഉണ്ട് എന്നുള്ളത്. അപ്പം നിരന്തരമായി പാർലമെന്റിൽ സക്രിയമായി ഇടപെടലാണ് ആദ്യത്തെ ഒരു MP-യുടെ ഏറ്റവും വലിയ ചുമതല. അതുകൊണ്ടാണ് 5 തവണ എന്നെ ഇന്ത്യൻ പാർലമെന്റിൽ സസ്പെൻഡ് ചെയ്യുന്നത്. പ്രധാനമന്ത്രി പാർലമെന്റിൽ ഇരിക്കുമ്പോഴും ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ ഇരിക്കുമ്പോഴും പാർലമെന്റിനകത്ത് അവരുടെയൊക്കെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി ചോദ്യങ്ങൾ ചോദിക്കുകയും ശരികേട് പറയുകയും തെറ്റാണെന്ന് പറയുകയും. ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമാണ്. ഇന്ത്യ എല്ലാവർക്കുമുള്ള രാജ്യമാണ്. ഇന്ത്യയുടെ മതനിരപേക്ഷതയും ജനാധിപത്യവും അട്ടിമറിക്കപ്പെടുമ്പോൾ അതിനെ പാർലമെന്റിനകത്ത് അതിശക്തമായി ഒരു സമര പോരാളിയുടെ വികാരത്തോടു കൂടി ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട്. അല്ല, പാർലമെന്റിൽ ഇടപെടുക എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്യുന്നത് പലപ്പോഴും പ്രതിപക്ഷ MP-മാരൊക്കെ നടത്തുന്ന മുദ്രാവാക്യം വിളിയിലും മറ്റിലും പങ്കാളിയായിട്ട് അദ്ദേഹം ചിത്രത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടത്താറുണ്ടെന്നുള്ള ഒരു ശരിയാണ്. പാർലമെന്റിലെ ഇടപെടൽ അതല്ലല്ലോ. വിഷയത്തെ സംബന്ധിച്ച് സമഗ്രമായി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും അത് സമർത്ഥമായി ബന്ധപ്പെട്ട മന്ത്രിമാരുടെയും മന്ത്രാലയത്തിൻ്റെയൊക്കെ അടുത്ത് പോയി അതിന് ആവശ്യമായിട്ടുള്ള അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തിയ ഒരു വളരെ വിദഗ്ധനായിട്ടുള്ള ഒരു MP-യാണ് TM പ്രതാപൻ എന്ന് ഏതെങ്കിലും കോണിൽ നിന്ന് അംഗീകരിക്കപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുമില്ല. പിന്നെ കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണന വലിയ ചർച്ചാ വിഷയമായി ഉയർന്നു വന്നപ്പോൾ ഒരു പാർലമെന്റിലേക്ക് ഇവിടുന്ന് ജയിപ്പിച്ച ഒരു MP-മാരും അക്കാര്യം അവിടെ ഉന്നയിക്കുന്നില്ല എന്നുള്ള വിമർശനം കേരളത്തിൽ ഉയർന്നു വന്നപ്പോൾ ഇദ്ദേഹം അവസാനമായിട്ട് ഒരു പ്രമേയവുമായിട്ട് രംഗത്ത് വന്നു എന്നുള്ളതാണ് വാസ്തവം. MP ആയപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം സ്മാർട്ട് തൃശ്ശൂർ എന്നായിരുന്നു. തൃശ്ശൂരിൻ്റെ വനമേഖല, തൃശ്ശൂരിൻ്റെ കോൾ മേഖല, തൃശ്ശൂരിൻ്റെ തീരമേഖല, തൃശ്ശൂരിലെ എഡ്യൂക്കേഷൻ മേഖല, തൃശ്ശൂരിലെ ആയുർവേദത്തിൻ്റെ പ്രത്യേകത എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ആരാധനാലയങ്ങൾ ഉൾപ്പെടെ, അതേപോലെ പിന്നെ ഇൻലാൻഡ് വാട്ടർ ബോഡി ഉൾപ്പെടെ ഇതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടൊരു മനോഹരമായ പ്രോജക്റ്റ്. രണ്ടാമത്തെ കാര്യം, ഞാൻ തൃശ്ശൂരിലെ 3 ആരാധനാലയങ്ങൾ, ഒന്ന് വടക്കുന്നാഥ ക്ഷേത്രം, ത്രിപുര ശ്രീരാമസ്വാമി ക്ഷേത്രം, അതേപോലെ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം, ഈ 3 ക്ഷേത്രങ്ങളും പ്രസാദ് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറയുകയുണ്ടായി. തേക്കിൻകാട് മൈതാനത്തിനും വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ പുരാതന സംസ്കാരം പാരമ്പര്യം സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി 50 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ഞാൻ കേന്ദ്രത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്നോട് മന്ത്രി അഗ്രി ചെയ്തതാ. എൻക്വയറി കഴിഞ്ഞിട്ടുള്ളൂ, ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ഉണ്ണായി വാര്യർ കലാനിലയം ഇരിങ്ങാലക്കുട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടേക്ക് ഞാൻ ഒരു 30 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ പ്രോജക്റ്റ് കൂടി കാത്തിരിക്കുകയാണ്. ചേറ്റുവ പിന്നെ ഹാർബറും മുനക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെൻ്ററും അതൊരു മോഡൽ മത്സ്യബന്ധന കേന്ദ്രങ്ങളാക്കാൻ വേണ്ടി പ്രൈം മിനിസ്റ്റർ മത്സ്യയോജന എന്നൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രഥമഘട്ടം നടന്ന് വരികയാണ്. ഗുരുവായൂരിൽ നിന്നും വടക്കോട്ട് പോകുന്ന നമ്മുടെ തിരുനാവായ വഴി പോകുന്ന തിരൂർ കുറ്റിപ്പുരം റെയിൽവേ, അവിടെ മുട്ടുന്ന റെയിൽവേ, തിരൂർക്ക് പോകുന്ന റെയിൽവേ, ആ റെയിൽവേക്ക് വേണ്ടി സ്ഥലമെടുപ്പിന് കേരള ഗവൺമെൻറ്റിൻ്റെ കൂടി പിന്തുണ കിട്ടി സ്ഥലം ഏറ്റെടുത്ത് കൊടുത്താൽ കേന്ദ്രം റെഡിയാണ്. അതാണ് നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട സ്വപ്നം. തൃശ്ശൂരിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടത് ഒന്ന് ഈ പറഞ്ഞ ദേശീയപാതയുടെ വികസനം വരുന്നുണ്ട്. അതുപോലെ തന്നെ ടൗണിലെ തിരക്ക് പരിഹരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഫ്ലൈ ഓവറുകളും മറ്റ് നല്ല സൗകര്യങ്ങൾ ഒരുക്കുന്ന പാസേജുകളും നമുക്ക് ആവശ്യമാണ്. പിന്നെ തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൃഷി മേഖല. കൃഷി മേഖല ഇപ്പോഴും കേരളത്തിൽ അപൂർവമായി നിലനിൽക്കുന്ന സ്ഥലങ്ങളിലൊന്ന് കേരളത്തിലെ ഈ തൃശ്ശൂരിലെ കോൾ നിലങ്ങളാണ്. അപ്പോൾ ആ രീതിയിൽ കോൾ നില വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നന്നായിട്ട് MP-ക്ക് ഇടപെടാൻ, കേന്ദ്ര ഫണ്ടും മറ്റൊക്കെ വാങ്ങിക്കുന്നതിന് ഇടപെടാനൊക്കെ സാധിക്കും. അതുപോലെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ എന്ന് മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സൂ ആണ് ഇപ്പോൾ നമ്മുടെ പുത്തൂര് യാഥാർത്ഥ്യമാവാൻ വേണ്ടി പോണത്. LDF ഗവൺമെൻറ് അതിനുവേണ്ടി കൃത്യമായി നിരന്തരമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് സ്ഥാപിച്ചെടുത്തത്. റെയിൽവേ സ്റ്റേഷനുകളെ സംബന്ധിച്ച് പറഞ്ഞാൽ തൃശ്ശൂർ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനാണ്. ഗുരുവായൂർ, ഇരിങ്ങാലക്കുട, പൂങ്കുന്നം, അതുപോലെ തന്നെ പുതുക്കാട് ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഗുരുവായൂരിൽ നിന്ന് തന്നെ വടക്കോട്ട് മലബാറിലേക്ക് ഒരു റെയിൽവേ തുടർച്ചയുണ്ടാവണം. അതൊക്കെ തൃശ്ശൂർക്കാരുടെ വലിയ വികസന സങ്കല്പങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത്തരം നിരവധി കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി നമുക്ക് നേടിയെടുക്കാനും വാങ്ങിച്ചെടുക്കാനൊക്കെയുള്ള
ആവശ്യമുണ്ട്. അതിനൊക്കെ പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ളൊരു പ്രവർത്തനങ്ങളായിരിക്കും തുടർന്ന് ജയിച്ചു വരുന്ന LDFന്റെ MP-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക. ഞാൻ തൃശ്ശൂർ ജനിച്ച ആളാണ്, ഞാൻ തൃശ്ശൂർ ജീവിക്കുന്ന ആളാണ്, തൃശ്ശൂർ പ്രവർത്തിക്കുന്ന ആളാണ്, ഇവിടെ ജീവിച്ച് മരിക്കാൻ സ്വപ്നം കണ്ട് നടക്കുന്ന ആളാണ്. എനിക്ക് മാർക്കിടേണ്ടത് തൃശ്ശൂരിലെ ജനങ്ങളെ ഹൃദയത്തിലാണ്. അവർ വിലയിരുത്തട്ടെ. ഞാൻ നേരത്തെ MLA ആയിരുന്നപ്പോഴും അവരെന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ മാർക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നണത്. ഒരു എന്താ പറയുക, മൈനസ് മാർക്ക് പോലും കിട്ടാൻ അർഹതയില്ലാത്ത ഒരാളായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്ന വാർത്ത അദ്ദേഹം ജനങ്ങളിൽ അസ്വീകാര്യനായതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വരുന്നത്. K20 ഇനി നാളെ മറ്റൊരു മണ്ഡലവുമായി കാണാം. നമസ്കാരം.